സുപ്രീം യാസ്കിൻ ആരാണ്? സിനിമ കണ്ടിറങ്ങുന്നവരുടെ പ്രധാന ചോദ്യം അതാണ്. കൽക്കിയുടെ അവതാരത്തെപ്പോലും തടഞ്ഞു നിർത്താൻ ശേഷിയുള്ള ഇദ്ദേഹം സാക്ഷാൽ കലി തന്നെയാണോ, അതോ മനുഷ്യവംശത്തിൻ്റെ മോസ്റ്റ് അപ്ഡേറ്റഡ് വേർഷനാണോ? അദ്ദേഹത്തിൻ്റെ ഇൻട്രോയിൽ തന്നെ ഇതിനുള്ള സൂചനകൾ ഡയറക്ടർ തരുന്നുണ്ട്. പ്രൊജക്റ്റ് കെയുടെ സയൻറ്റിസ്റ്റുമായി സുപ്രീമിനെ കാണാൻ പോകുന്ന പടികളിൽ ഹ്യൂമൻ എവല്യൂഷൻ ചിത്രീകരിച്ചിരിക്കുന്ന ചുവരുകൾ കാണാം. ഇത് സൂചിപ്പിക്കുന്നത് ഹ്യൂമൻ എവല്യൂഷൻ്റെ പടികൾ കയറി ചെന്നെത്തുന്നത് ദി മോസ്റ്റ് ഡെവലപ്ഡ് ഹ്യൂമൻ ബീയിങ് ആയ സുപ്രീമിലേക്കാണ് എന്നതാണ്. സിനിമയിൽ ഉടനീളം പ്രതിപാദിക്കുന്ന സുപ്രീം നടത്തുന്ന പ്രൊജക്റ്റ് കെ വെറുമൊരു സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റ് അല്ല, മറിച്ച് കൽക്കിയുടെ വരവ് തടയാനുള്ള സുപ്രീമിൻ്റെ മാസ്റ്റർ പ്ലാനാണ്. എന്നാൽ ഇത് പുറം ലോകം അറിയാതിരിക്കാനാണ് പ്രൊജക്റ്റ് കെയുടെ മറവിൽ സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റ് എന്ന വ്യാജന ഇത് നടത്തുന്നത്. അതിനാലാണ് അതിനെക്കുറിച്ചറിയാൻ ശ്രമിച്ച സയൻറ്റിസ്റ്റിനെ സുപ്രീം യാസ്കിൻ കൊല്ലുന്നതും. സിനിമ നടക്കുന്നത് എല്ലാ തിന്മകളും അകൃത്യങ്ങളും കൊണ്ട് മനുഷ്യരാശിയുടെ അധപതനത്തിലെത്തി നിൽക്കുന്ന കലിയുഗത്തിലാണ്. കലിയുഗത്തിൻ്റെ അവസാനത്തിൽ കൽക്കി ജന്മമെടുത്താണ് മനുഷ്യരാശിയെ രക്ഷിക്കുന്നത്. എന്നാൽ ഈ അവതാരപ്പിറവിക്ക് തടസ്സം വരുത്തിയാൽ 6000 വർഷത്തോളം സുപ്രീമിൻ്റെ കാൽ കീഴിലാവും ഭൂമി. ജനിക്കാനിരിക്കുന്ന കൽക്കിയുടെ പവർ കളക്ട് ചെയ്യുന്നതിനാണ് സുപ്രീം പ്രൊജക്റ്റ് കെ എന്ന എക്സ്പെരിമെൻറ്റിലൂടെ സെറം കളക്ട് ചെയ്ത് അവരെ കൊന്നുകളയുന്നത്. അതോടെ കൽക്കിയുടെ ജനനം തടയുകയും സുപ്രീമിന് ഗോഡ് ലൈക്ക് ഹ്യൂമൻ ബീയിങ് ആവുകയും ചെയ്യാം. കൽക്കിയുടെ അവതാരപ്പിറവി തടയാൻ സുപ്രീമിനാകുമോ?